ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രയാഗരാജിലെ മഹാകുംഭമേള നടക്കുന്ന മണൽപ്പരപ്പിലാണ്. ഗംഗയുടെ തീരത്തുള്ള മനോഹരമായ മണൽപ്പരപ്പ്. ഇവിടെ ത്രിവേണി സംഗമമാണ് നടക്കുന്നത്. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുക എന്നുള്ളത് മഹാപുണ്യമായ ഒരു കാര്യമാണ്. അതിൽ തന്നെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇപ്പോൾ മഹാകുംഭമേള നടക്കുകയാണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള. ഈ കുംഭമേള എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ചിന്തിക്കാറുള്ളത്, എന്താണ് ഈ കുംഭമേള? കുംഭം എന്നാൽ കുടമെന്നാണ് അർത്ഥം. ആ കുടത്തിനുള്ളൊരു പ്രത്യേകത, പാലാഴി മദനവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ആ കുംഭത്തിനുള്ളത്. ദേവന്മാർ നിത്യയൗവനത്തിനായി പാലാഴി മഥനം നടത്തി അതിലെ അമൃതുമായി ഗരുഡൻ സഞ്ചരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ 4 ഇടങ്ങളിൽ ആ കുംഭത്തിൽ നിന്നും അമൃത് തെറിച്ചു വീണു എന്നാണ് സങ്കല്പം. അത് ഹരിദ്വാറിലും ഉജ്ജയിനിയിലും നാസിക്കിലുമാണ്, അതോടൊപ്പം തന്നെ പ്രയാഗ്രാജിലുമാണ് അങ്ങനെ തെറിച്ചു വീണത്. അതുമായി ബന്ധപ്പെട്ടാണ് കുംഭമേള നടക്കുന്നത്. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള അത് പൂർണ്ണ കുംഭമേളയാണ്. അങ്ങനെ 144 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള. ആ കുംഭമേളയാണ് ഇപ്പോൾ പ്രയാഗ്രാജ് നഗരത്തിൽ നടക്കുന്നത്. അതായത് ഗംഗയും യമുനയും സരസ്വതിയും ചേരുന്ന ത്രിവേണി സംഗമത്തിൽ നടക്കുന്നത്. ഇത് കുംഭമേള നഗരിയുടെ രാത്രിയുടെ ദർശനങ്ങളാണ്. രാത്രിയിൽ നമ്മൾ കാണുന്ന കുംഭമേള നഗരി, കിലോമീറ്റർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന കുംഭമേള നഗരി. ആ നഗരത്തിൽ, ആ കുംഭമേള നഗരിയിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തനും അനുഭവിക്കുന്ന ആ ആനന്ദമെന്ന് പറയുന്നത് ഭക്തിയുടെ ആനന്ദം, വിശ്വാസത്തിൻ്റെ ആനന്ദം, നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങളുടെ, അതുപോലെ തന്നെ സനാതന ധർമ്മത്തിൻ്റെയൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള ആ മഹാകുംഭമേളയാണ്. മഹാകുംഭമേളയിൽ മാഘി പൗർണമി, മഹാശിവരാത്രി, പൗഷാപൂർണിമ, മകരസംക്രമം, മൗനി അമാവാസി, അതുപോലെ തന്നെ ബസന്ത് പഞ്ചമി സ്നാനം, ഇതാണ് ഇതിൽ തന്നെ പ്രധാനപ്പെട്ട സ്നാനങ്ങൾ. ഇന്ന് ബസന്ത പഞ്ചമി സ്നാനം നടക്കുന്ന ദിവസത്തിലാണ് ഞങ്ങൾ ഈ മഹാകുംഭ നഗരിയിൽ എത്തിച്ചേരുന്നത്. കുംഭനഗരിയിലെ ജനനിബിഡമായ കുംഭനഗരി, സന്യാസിമാർ, സാധുക്കൾ, അഘോരികൾ, ഇവരെല്ലാവരും തന്നെ സംഗമിക്കുന്ന മഹാഭൂമിയാണ് ഈ കുംഭമേള നഗരി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുംഭ നഗരി. ഈ കുംഭനഗരി എന്ന് പറയുന്നത് ഗംഗയുടെ തീരമാണ്, മണൽപ്പരപ്പാണ്, ഗംഗയുടെ മണൽപ്പരപ്പാണ്. ഇപ്പോൾ നദിയിൽ വെള്ളം കുറഞ്ഞതുകൊണ്ട് ആ മണൽപ്പരപ്പിൽ സന്യാസിമാർ അഖാഡകളെല്ലാം നിർമ്മിച്ചുകൊണ്ട് അവർ നടത്തുന്ന സത്സംഗങ്ങളടക്കമുള്ള പരിപാടികളാണ് മഹാകുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ കുംഭമേളയിൽ ഏകാന്തത ഉപേക്ഷിച്ചുകൊണ്ട് നാഗരികത ദർശിക്കാനെത്തുന്ന സന്യാസിമാർ, ആത്മീയത തേടിപ്പോകുന്ന സന്യാസിമാർ, അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസികളായ സാധാരണക്കാർ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു മഹാസംഗമമാണ് ഈ കുംഭനഗരിയിൽ നടക്കുന്നത്. ഹരിദ്വാറിലും അതുപോലെ തന്നെ നാസിക്കിലും ഇതുപോലെ തന്നെ കുംഭമേളകൾ നടക്കാറുണ്ട്. ക്ഷിപ്ര നദിയുടെ തീരത്തുള്ള ഉജ്ജയിനിയിലും, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഗോദാവരി തീരത്തുള്ള നാസിക്കിലും കുംഭമേള നടക്കും. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്ത് കുംഭമേള നടക്കും. ഇപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ്. ഈ പ്രയാഗ്രാജിലും അതുപോലെ തന്നെ ഉജ്ജയിനിയിലും അതുപോലെ തന്നെ നാസിക്കിലും അതുപോലെ തന്നെ ഹരിദ്വാറിലും നടക്കുന്ന കുംഭമേളകൾക്കൊരു പ്രത്യേകതയുണ്ട്. അതായത് ഓരോ സ്ഥലത്തിൻ്റെയും ആഘോഷങ്ങൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ്. സൂര്യനും ചന്ദ്രനും വ്യാഴവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന
കുംഭമേളകളാണ് രാജ്യത്ത് നടക്കുന്നത്. ഹിന്ദു വിശ്വാസങ്ങളുടെ, ഹിന്ദു സനാതന ധർമ്മങ്ങൾ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയാണ് ഇത്തരം സത്സംഗങ്ങളും ഇത്തരത്തിൽ മഹാകുംഭമേളകളും നടക്കുന്നത്. ഈ കുംഭമേളയിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെ ഒരു മഹാപുണ്യമായിട്ട് വേണം നമുക്ക് കരുതാൻ. ഈ കുംഭമേള സ്ഥലത്തുള്ള ഇതുപോലുള്ള സന്യാസിമാരുടെ ആയിരക്കണക്കിന് സന്യാസിമാരാണ് ജനങ്ങൾക്ക് അനുഗ്രഹം നൽകുകയും അതുപോലെ തന്നെ സത്സംഗങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, നഗ്നരായി, എല്ലാം ഉപേക്ഷിച്ച സന്യാസിമാരാണ്. അവർക്ക് വസ്ത്രം വേണ്ട, മറ്റാഗ്രഹങ്ങളൊന്നുമില്ലാതെ മുഴുവൻ പരമാത്മാവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഭഗവാനിൽ മാത്രം വിലയം പ്രാപിച്ചുകൊണ്ട് സന്യാസിമാർ, അഘോരികൾ, ഹിമാലയ സാനുക്കളിൽ വർഷങ്ങളോളം സന്യാസമിരിക്കുന്ന, ഏകാന്തതയിലിരിക്കുന്ന സന്യാസിമാരാണ് കുംഭമേളയിൽ നാഗരികത ദർശിക്കാനും ജനങ്ങളെ കാണാനും വേണ്ടി ഇറങ്ങി വരുന്നത്. അവരെ കാണുകയും അവരോടൊപ്പം ചെലവഴിക്കുകയും അതോടൊപ്പം തന്നെ അമൃതിൻ്റെ അംശം വീഴുന്ന, അമൃതിൻ്റെ അംശം നിലനിൽക്കുന്ന ഈ മഹാസംഗമ ഭൂമിയിൽ, ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിക്കഴിഞ്ഞാൽ ആ സ്നാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജമുണ്ട്. അത് മനുഷ്യൻ്റെ എല്ലാ എല്ലാ സങ്കടങ്ങളും, എല്ലാ ദുഃഖങ്ങളും, അതോടൊപ്പം തന്നെ എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്ന ഒരു മഹാതീർത്ഥമായി മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ആ അവസ്ഥയിൽ സ്നാനം ചെയ്യുകയും അതോടൊപ്പം തന്നെ കുംഭമേളയിൽ സത്സംഗങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദ നിർവൃതി എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ്സിൽ ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ ത്രിവേണി സംഗമ സ്ഥലമാണിത്, ത്രിവേണി. ഈ ത്രിവേണിയിൽ ഇപ്പോൾ സ്നാനം ചെയ്യുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സ്നാനം ചെയ്യുകയും അതുപോലെ തന്നെ പുണ്യം നേടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, അത് ഗംഗയും യമുനയും സരസ്വതിയും ചേരുന്ന സംഗമ ഭൂമിയായ ത്രിവേണി സംഗമമാണ് നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഇവിടെ സ്നാനം ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു മഹാപുണ്യമാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഏകദേശം സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 40 കോടിയോളം ജനങ്ങളാണ് ഇവിടെ ഈ ദർശനത്തിനും ഈ സംഗമത്തിനുമൊക്കെയായി ഈ പ്രയാഗ്രാജ് നഗരത്തിൽ എത്തിച്ചേരുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പല മതക്കാർ, പല ജാതിക്കാർ, പല രൂപക്കാർ, പല വേഷക്കാർ, അങ്ങനെ പല രീതിയിലുള്ള ആളുകളാണ് ഈ സംഗമ സ്ഥലത്തെത്തുന്നത്. എല്ലാം ത്യജിച്ചുകൊണ്ട്, എല്ലാം ഉപേക്ഷിച്ചു കൊണ്ടെത്തുന്നവർ, അതുപോലെ തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവർ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി എത്തുന്നവർ, അതുപോലെ തന്നെ സനാതനധർമ്മത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിൽ കൂടുതൽ അടുക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ എത്തിച്ചേരുന്ന ഈ മഹാസംഗമ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇത് കാണാം, സന്യാസിമാർ അവരെല്ലാം ഉപേക്ഷിച്ചവരാണ്. നഗ്നരായി, വസ്ത്രം പോലും ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവർ ഈ സംഗമഭൂമിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് അസീഘട്ടിനടുത്തുള്ള ഒരു സ്ഥലമാണ്. പല ഘാട്ടുകളുണ്ട് ഈ ഗംഗയുടെ തീരത്ത്, പ്രയാഗ്രാജിൽ, ഈ കുംഭനഗരിയിൽ. അപ്പോൾ ഈ കാണുന്നത് അസീഘട്ടിന് തൊട്ടടുത്തുള്ള ഒരു സെക്ടറിൽ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലങ്ങൾ. ഇങ്ങനെ പല സെക്ടറുകളായി തിരിച്ചുകൊണ്ട് ഈ 10-20 കിലോമീറ്ററുകൾ ചുറ്റളവിൽ കിടക്കുന്ന ഈ നഗരിയിൽ പല സെക്ടറുകളിൽ, പല സ്ഥലങ്ങളിലായാണ് സന്യാസിമാർ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സന്യാസി സമൂഹങ്ങൾ, അതുപോലെ തന്നെ അഖാഡകളിലെ സ്വാമിമാർ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള സന്യാസി സമൂഹങ്ങൾക്ക് അവർക്കിവിടെ സംഗമിക്കാനും സമ്മേളിക്കാനുമുള്ള, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മാതാ അമൃതാനന്ദമയി അടക്കമുള്ള സന്യാസി സമൂഹത്തിൻ്റെ അഖാഡകൾ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളുണ്ട്, അവരുടെ സംഘങ്ങളുണ്ട്, ഇവിടെ സത്സംഗങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ
വിശ്വാസവും ആ, ഓ, എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംഗമം. നമുക്ക് നമ്മളുടേതായ വിശ്വാസങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാനും അതുപോലെ തന്നെ സനാതന മൂല്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും അടുക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ കുംഭമേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കുംഭമേളയിൽ എത്തുക, അതിൽ ഇനിയും ആ, അടുത്ത 2 ആ, സ്നാനങ്ങൾ കൂടി, പ്രധാനപ്പെട്ട 2 സ്നാനങ്ങൾ കൂടി, മാഘി പൂർണിമയും അതുപോലെ തന്നെ മഹാശിവരാത്രി സംഗമവും സ്നാനവും കൂടിയാണ് ഇവിടെ നടക്കുന്നത്. മഹാശിവരാത്രി സ്നാനത്തോടുകൂടി മഹാകുംഭമേള, 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള ഇവിടെ സമാപിക്കുകയാണ്. ഈ മഹാകുംഭമേളയിൽ ഇപ്പോൾ ഇവിടെയുള്ള സന്യാസി സമൂഹം കുറച്ചു കഴിഞ്ഞാൽ ഈ അഘോരികളാണെങ്കിലും അതുപോലെ തന്നെ നാഗസന്യാസികളാണെങ്കിലും വർഷങ്ങളോളം ഹിമാലയത്തിൻ്റെ തണുപ്പിൽ സന്യാസം ചെയ്ത് എല്ലാ ആഗ്രഹങ്ങളും സന്യാസത്തിലൂടെ ആത്മീയതയിലൂടെ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത് സന്യാസിമാരടക്കമുള്ളവർ ഇവിടെ ഇപ്പോൾ ഈ മഹാകുംഭമേള നഗരിയിലുണ്ട്. പല സ്ഥലങ്ങളിലായി അവരെ കാണാം. നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നാൽ കാണാൻ കഴിയില്ലെങ്കിലും പക്ഷേ അവരെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് ആ മഹത് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ആ ഒരു മഹാപുണ്യത്തിൻ്റെ, അല്ലെങ്കിൽ ഈ സ്നാനത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ധ്യാനത്തിൻ്റെ, അല്ലെങ്കിൽ ഈ കുംഭമേളയിലെത്തുന്നതിൻ്റെ ആ പുണ്യമെന്ന് പറയുന്നത്. ഈ കുംഭമേളയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതും ഈ പുണ്യത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഈ വീഡിയോ കാണുന്ന ആ, സുഹൃത്തുക്കൾ എന്തായാലും ഈ എം എൻ ഗിരി വ്ളോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ആ, കൂടുതൽ ലൈക്ക് ചെയ്യണമെന്നും കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്നത് മഹാകുംഭമേളയുടെ മറ്റൊരു ഭാഗമാണ്, മറ്റൊരു സെക്ടറാണ്. ഇത് ആ, ഗംഗയാണ്. ഗംഗ യമുന സംഗമത്തിന് ശേഷം ഒഴുകിപ്പോകുന്ന ഭാഗമാണിത്. ഇത് ഇത്തരത്തിലുള്ള ഏകദേശം 40ഓളം താൽക്കാലിക പാലങ്ങളാണ് കുംഭനഗരിയിലുള്ളത്, ഗംഗയെ മുറിച്ചു കിടക്കുന്ന പാലങ്ങൾ. ഇത് വീണ്ടും അസിഘട്ടിൻ്റെ ദൃശ്യങ്ങളാണ്. അസിഘട്ടിൽ സ്നാനം നടത്തുന്നു. അവിടെ പിതൃതർപ്പണങ്ങൾ പോലും നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ കാണുന്നതും അസിഘട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗങ്ങൾ തന്നെയാണ്. ഇത് ഗംഗയാണ്, പുണ്യനദിയായ ഗംഗ. ഈ ഗംഗയുടെ തീരത്ത് വരാനും ഗംഗാ സ്നാനം ചെയ്യാനും ഈ പ്രയാഗ നഗരിയിൽ എത്തിച്ചേരാനും ഈ കുംഭമേളയിൽ പങ്കെടുക്കാനും ഈ ദശാശ്വമേധ ഘട്ടിൽ അത് ദർശിക്കാനും അതോടൊപ്പം തന്നെ വസന്ത പഞ്ചമിയിൽ ഈ പുണ്യസ്നാനം ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ മനുഷ്യായുസ്സിൽ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പുണ്യം. എൻ്റെ പിതൃക്കൾക്ക്, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതും ഒരു മഹാപുണ്യമാണ്. ഈ പ്രയാഗരാജ് നഗരത്തിലെത്തുക, ഈ മഹാകുംഭമേളയിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇനിയും ദിവസങ്ങളുണ്ട്. കുംഭമേളയുടെ ഭാഗമായി നിങ്ങൾ ഇതിൻ്റെ ഭാഗമാവുക. ഹിന്ദു സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് പോവുക. പുണ്യാത്മാക്കളെ കാണുക, സന്യാസിമാരെ കാണുക. ഇതൊരു മഹാഭാഗ്യമായി കാണുക. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ.